ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷാണ് കന്നഡയിലെ പ്രസിദ്ധമായിട്ടുള്ള ദൊണ്ണ ബിരിയാണി. ചിക്കൻ വെച്ചാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. സമയം ഒട്ടും കളയണ്ട, നമുക്ക് സംഭവം സെറ്റ് ആക്കിയേക്കാം. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് ചിക്കനാണ്. ഇത് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ഡ്രം ഫില്ലറ്റ്സ് ആണ്. വേറെ ഒരു ടൈപ്പ് ചിക്കൻ ഇപ്പോൾ അവൈലബിൾ ഇല്ലായിരുന്നു, അപ്പം കണ്ടത് ഇതാണ്. ഇത് വെച്ചങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചു. സോ അറിയാമല്ലോ, ഇതിൽ നിന്ന് ബോൺ എടുത്ത് മാറ്റിയതിന് ശേഷമുള്ള ബാക്കി ഫ്ലഷ് ആണ് ഈ സംഭവം. ഓക്കെ, ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച്, പിന്നീട് കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 സ്പൂണ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് കുറച്ച് സോൾട്ട്, പിന്നീട് കുറച്ച് തൈര്. ഇത്രയാണ് ഇനിഷ്യൽ മാരിനേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. മുളക് പൊടിയാ അത്. പോയേ പോയിട്ടോ. ജീര റൈസ് എന്ന് പറയുന്ന സംഭവമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാടൻ കൈമ റൈസ് ആണ് എടുത്തേക്കുന്നത്. 2 ഗ്ലാസ് അരിയാണ് ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. അതൊരു ജസ്റ്റ് ഹാഫ് ആൻ അവർ കൊണ്ടുവന്ന്. ബിരിയാണിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് നല്ല പച്ച കളറിലായിരിക്കും കാണുന്നത്. ആ പച്ച കളറിലുള്ള ഇൻഗ്രീഡിയൻസിനുള്ള സീക്രട്ടാണ് ഈ കാണുന്നത്. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ മല്ലിയില, പുതിനയില, കൊറിയാണ്ടർ, മിന്റ് ലീഫ്, ഗ്രീൻ ചില്ലി, ഗാർലിക്, ജിഞ്ചർ. സോ ഇത്ര ഐറ്റംസ് കൂടി ചേർത്ത് നല്ലപോലെ നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കണം. സോ അത് നമ്മുടെ ക്വാണ്ടിറ്റി, എത്ര റൈസ് എടുക്കുന്നു അതിനനുസരിച്ച് ക്വാണ്ടിറ്റീസ് വ്യത്യാസം വരും. നല്ല എരിവ് വേണ്ടവർക്ക് പച്ച. സ്പീഡ് ഞാൻ കഴിക്കണം. സ്പീഡ് സോ ഈ ദൊണ്ണ ബിരിയാണി ഉണ്ടാക്കാനുള്ള കാരണം, പണ്ട് ഞാൻ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് ഇതിൻ്റെ റെസിപ്പി ഒന്ന് തപ്പിയെടുത്ത് ഞാൻ തന്നെ സ്വയമായിട്ട് 2 വട്ടം ഉണ്ടാക്കി നോക്കി. സംഭവം നല്ല കിടിലമായിട്ട് വന്നത്. അതാണ് നിങ്ങളെയും കാണിക്കുന്നത്. പിന്നെ മിന്റും കൊറിയാണ്ടറും കട്ട് ചെയ്യാൻ നേരത്ത് നല്ല കട്ടിയുള്ള സ്റ്റെമ്മാണ് കിട്ടിയത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് അതും കൂടി എടുത്ത് കുത്തി വെച്ചിട്ടുണ്ട്. ഈ കിളിച്ചു വന്നാൽ അതൊരു ഡബിൾ ദമാക്കയാണ് നമുക്ക്. ഇപ്പം നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തത് മുളക് പൊടിയും ഗരം മസാലയും കൂടിയാണ്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. സ്മെല്ല് തന്നെ മനസ്സിലാവുന്നുണ്ട്, നല്ല ടേസ്റ്റ്. ഇതിനകത്ത് നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 3.5 ഗ്ലാസ്സാണ് ഇതിനകത്ത് ഒഴിച്ചത്. പക്ഷേ ഞാൻ ഒരു 3 ഗ്ലാസ് ഒഴിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ സ്റ്റോക്കിനകത്ത് ഒരു 1/2 ഗ്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ്, ഈ ടൈമിലാണ് നമ്മൾ ഇതിൻ്റെ ഉപ്പ് നോക്കേണ്ടത്. ഉപ്പ് ആവശ്യത്തിന് ബിരിയാണിയിൽ ഇട്ടിട്ടില്ലെങ്കിൽ ബിരിയാണി മൊത്തത്തിൽ ഫെയിലാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാലേ ആ റൈസിലും എല്ലാത്തിലോട്ടും ഉപ്പ് നല്ലപോലെ പിടിക്കത്തുള്ളൂ. സോ ഓൾറെഡി മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് നല്ലപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് നോക്കാം എത്രത്തോളം ഇത് സെറ്റായിട്ടുണ്ടെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് ടോണിക്കുട്ടൻ വന്നിട്ട് ബിരിയാണി ആയില്ലേ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം പറഞ്ഞ് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടില്ല. 5 മിനിറ്റ്. പെർഫെക്റ്റ്.
പക്ഷേ കെട്ടിയോട് നേരെ ഓപ്പോസിറ്റാണ്. അവൾക്ക് ഇച്ചിരി കൂടി ഉപ്പ് വേണം. സോ സാധാരണ ഞാൻ എന്തെങ്കിലും ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് കുറച്ച് ഉപ്പ് ഇതിനകത്ത് കോരിയിടും. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും. സോ ഇന്നെന്തായാലും അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഉപ്പ് ഇച്ചിരി കൂടുതൽ തന്നെ കയറ്റിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജീര റൈസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്നത്. അതാണ് സാധാരണ ഈ ദൊണ്ണ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ കയ്യിൽ പിന്നെ കൈമയാണ് ഇരുന്നത്. ഇതും ഏകദേശം ഒരേപോലെ ഇരിക്കും. അത് ഇച്ചിരി കൂടി ലെങ്തി ആയിരിക്കും. എന്തായാലും നമുക്ക് ഉള്ളത് വെച്ച് ചെയ്യുക. അതിലാണല്ലോ നമുക്കൊരു ത്രില്ലിരിക്കുന്നത്. ഓക്കെ, സോ എന്തായാലും ബിരിയാണി അടിപൊളിയായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഫൈനലി നമ്മുടെ ദൊണ്ണ ബിരിയാണി റെഡി. സോ ദൊണ്ണ ബിരിയാണി റെഡി ആയി കഴിഞ്ഞാൽ ഒരു മുട്ടയും കൂടി ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ കളർഫുൾ ആവുള്ളൂ. സോ അതിനും പിടിച്ചിട്ടുണ്ട്. അതും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം. സോ നമ്മുടെ ഫൈനൽ ദൊണ്ണ ബിരിയാണി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം കെട്ടിയോട് തന്നെ കൊടുക്കുകയാണ്. അവൾ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. സോ നമുക്ക് ഫീഡ്ബാക്ക് ലൈവായിട്ട് തന്നെ അറിയാം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല ചൂടാ, കൊള്ളണ്ട. ജെന്യൂൻ റിവ്യൂ പറയാൻ ഉണ്ടായി പോയത്. സത്യം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പ്രോമിസ്. കോടീശ്വരി മുദ്ര അഡ്വൈസറോട് ചോദിക്കണം. സൂപ്പർ. Take it.